കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത് SFI ആക്രമണം ഭയന്നാണ് എന്ന പുതിയ സിദ്ധാന്തവുമായി ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വസ്തുതയുമായി ഇതിന് നേരിയ ബന്ധമെങ്കിലും ഉണ്ടോ? സതീശൻ ഇതെല്ലാം പറയുന്നത് മലയാള മനോരമ എന്ന മലയാളത്തിന്റെ ദുഷ്പ്രഭാതത്തെ നിഘണ്ടുവാക്കിയാണ്. ഈ പത്രം സാന്റാ മോണിക്ക എന്ന ഒരു സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി ചേർന്ന് കേരളത്തിൽ നിന്നും വ്യാപകമായി വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളെ കൂട്ടാനാണോ SFIക്കെതിരെ എന്ന നിലയിൽ ഇത്തരം പ്രചാരണം നടത്തുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് തീർത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളുമാണ്. എന്നാൽ ഇത്തരം നേരിയ സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് കേരളത്തിലെ ക്യാമ്പസുകളാകെ കലാപ കലുഷിതമാണെന്ന് വരുത്തി തീർക്കാനാണ് മനോരമ ശ്രമിക്കുന്നത്. ഇത് ആരിൽ നിന്നും അച്ചാരം വാങ്ങിയാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. ഒരു തലയ്ക്ക് ഇടതുപക്ഷത്തെ തകർക്കുക, മറുതലയ്ക്ക് വിദേശ റിക്രൂട്ടിംഗ് എന്ന കച്ചവടം പ്രോത്സാഹിപ്പിക്കുക എന്ന ഇരുതല മൂർച്ചയുള്ള വാളുകൊണ്ട് വീശുകയാണ്. എന്നാൽ തുരുമ്പിച്ച ഈ വാൾ കേരളത്തിൽ ഏശില്ല. കേരളത്തിലെ കലാലയങ്ങളിൽ 35 SFI പ്രവർത്തകരുടെ ജീവനാണ് എതിരാളികളുടെ കഠാരമുനയിൽ പൊലിഞ്ഞില്ലാതായത്. ഈ കാലയളവിൽ ഒരു എതിർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ പോലും SFIക്കാരാൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ക്യാമ്പസ് കൊലപാതകം നോക്കൂ. ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് രാജേന്ദ്രൻ. പ്രതികൾ സതീശന്റെയും സുധാകരന്റെയും അനുയായികൾ, മനോരമയുടെ മാനസപുത്രർ. അതുകൊണ്ട് അത് വിഷയമേ അല്ല. ആ സംഭവത്തെക്കുറിച്ച് സുധാകരൻ പറഞ്ഞത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്നാണ്. അപ്പോഴും മനോരമയ്ക്ക് കൂസലില്ല. ഇപ്പോഴിതാ കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം. അവിടെ പുറത്തുനിന്നെത്തിയ ഒരു KSUക്കാരനാണ് പരാതിക്കാരൻ. അവിടെ പോലീസ് സ്റ്റേഷനിലെത്തി സംഘർഷം മൂർച്ഛിപ്പിച്ചത് 2 കോൺഗ്രസ് MLAമാർ. കാര്യവട്ടം ക്യാമ്പസിൽ പുറത്തുനിന്നെത്തുന്നത് ജനാധിപത്യം. കൊയിലാണ്ടിയിലെ കോളേജിൽ പുറത്തുനിന്നും വിദ്യാർത്ഥി പ്രവർത്തകർ എത്തുന്നത് SFI ഭീകരത. ഇതാണ് വലതുപക്ഷ ആഖ്യാനം. കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി പ്രവേശനം നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടനകൾ ഹെൽപ്പ് ഡെസ്ക് നടത്താറുണ്ട്. കൊയിലാണ്ടിയിലും അതാണ് സംഭവിച്ചത്. എന്നാൽ കടുത്ത രാഷ്ട്രീയ അന്ധത ബാധിച്ച പ്രിൻസിപ്പൽ അത് തടഞ്ഞു. തുടർന്നാണ് സംഘർഷമുണ്ടായത്. അവിടെയും തന്നെ തല്ലി എന്ന കഥയുണ്ടാക്കി SFIക്കെതിരെ തിരിച്ചു. എതിർപക്ഷത്ത് SFI ആവുമ്പോൾ വലതു മാധ്യമങ്ങൾക്ക് വെളിച്ചപ്പാടിളകില്ലല്ലോ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും ഇന്ന് നിയമസഭയിൽ സതീശൻ പറയുന്നത് കേട്ടു. അതും മനോരമയിൽ നിന്നും കടമെടുത്തതാണ്. CPM വിരോധം മൂത്ത് അന്ധത ബാധിച്ച മുൻ നക്സലൈറ്റായ സിനിമാ താരം ഇന്ന് കാഴ്ചപ്പാട് പേജിൽ ആ വിദ്യാർത്ഥിയെ കെട്ടിത്തൂക്കി കൊന്നു എന്നാണ് പറഞ്ഞത്. CBI അന്വേഷണം നടക്കുകയാണ്. ഹോസ്റ്റലിൽ നടന്ന പ്രശ്നമാണ്. സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്ന് ഏവർക്കും അറിയാം. ആ സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ളവരിൽ SFIക്കാരും അല്ലാത്തവരുമുണ്ട്. എന്നാൽ എല്ലാം SFIയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഇതാണ് വലത് രാഷ്ട്രീയ തന്ത്രം. വയനാട്ടിൽ തന്നെ SFIക്കെതിരെ മറ്റൊരു കഥ ഇക്കൂട്ടർ ഉണ്ടാക്കിയില്ലേ? രാഷ്ട്രപിതാവിന്റെ ചിത്രം SFIക്കാർ തകർത്തുവെന്നല്ലേ കഥയുണ്ടാക്കിയത്? അത് പൊളിഞ്ഞല്ലോ. ഓർമ്മയിലെ പഴയ ചാപ്പകുത്തൽ. KSUക്കാർ മദ്യം നൽകി മയക്കി കിടത്തി സ്വന്തം സഹപ്രവർത്തകന്റെ പുറത്ത് SFI എന്ന് ചാപ്പ കുത്തിയ ശേഷം അത് SFIക്കാർ എന്ന വർഷങ്ങളോളം പ്രചരിപ്പിച്ചില്ലേ? ഒടുവിൽ ആ ഇര തന്നെ സത്യം വെളിപ്പെടുത്തിയതല്ലേ? തലസ്ഥാനത്ത് തന്നെ ഒരു അധ്യാപികയുടെ ദേഹത്ത് SFIക്കാർ മഷി ഒഴിച്ചു എന്ന കഥ പ്രചരിപ്പിച്ചില്ലേ? ആ അധ്യാപികയുടെ പീഡനത്തിലല്ലേ ഒരു വിദ്യാർത്ഥി സംഘടനയുമായും ബന്ധമില്ലാത്തത് ഒരു പാവം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതും അധ്യാപികയെ കോടതി ശിക്ഷിച്ചതും? ഇങ്ങനെ SFIക്കെതിരെ എത്രയെത്ര നുണകളാണ് മനോരമയും സംഘവും ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചത്. എന്നിട്ട് SFI തകർന്നോ? മനോരമ വായിച്ച് മറ്റു ചിലരും ഇറങ്ങിയിട്ടുണ്ട്. ഗ്രഹണ സമയത്ത് തലപൊക്കുന്ന ഞാഞ്ഞൊലുകൾ എന്നും ഉണ്ടായിട്ടുണ്ട്. SFIക്കെതിരെയാകുമ്പോൾ ഇക്കൂട്ടരുടെ ആവേശം കൂടുന്നതും കാണാറുണ്ട്. ഇവരോടെല്ലാം ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയാണ് പറയാനുള്ളത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമങ്ങൾ നല്ല ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. NAC അക്രഡിഷനിലും NIRF റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മുൻനിരയിൽ നിൽക്കുന്നു എന്ന അഭിമാനകരമായ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളിലാകെ ഗുണ്ടാ വിളയാട്ടമെന്ന പ്രചാരണം നടത്തുന്നത്. ഇത് മരം കണ്ട് കാട് കണ്ടില്ല എന്ന അവസ്ഥയാണ്.